ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ് എന്ന് വെച്ചാൽ കുരയ്ക്കുന്ന പട്ടി കടിക്കില്ല എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. ഹേ എവ്രിവൺ, ഹോപ്പ് യു ആർ ഡൂയിങ് വെൽ. ഐ എം ഗായത്രി, യോർ മെന്റോർ. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഇഡിയംസ് പഠിച്ചിരുന്നു അല്ലേ? ബിസിനസ് ഇംഗ്ലീഷ് ഇഡിയംസ് പഠിച്ചിരുന്നു, പ്ലസ് ടീച്ചേഴ്സിനെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഡിയംസ് പഠിച്ചു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേപോലെ മീനിങ് വരുന്ന അല്ലെങ്കിൽ ഒരേപോലെ നമുക്ക് പറയാൻ സാധിക്കുന്ന നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ്. ഇത് നിങ്ങൾ എന്തായാലും ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരില്ല, കാരണം ഇതിൻ്റെ മലയാളം വേർഷൻ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് അറിയാവുന്നതായിരിക്കും. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ദ ഫസ്റ്റ് ഇഡിയം ഇസ് കിൽ 2 birds with 1 stone. യെസ്, ഇതിൻ്റെ മലയാളം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾക്കറിയാം, എന്തായാലും നിങ്ങൾക്കറിയാം. കിൽ 2 birds with 1 stone. ഒരു വെടിക്ക് 2 പക്ഷി എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഈ ഒരു ഇഡിയം, കിൽ 2 birds with 1 stone. അപ്പോൾ നമുക്ക് ഇത് വെച്ചൊരു സെൻറ്റൻസ് നോക്കാം. He studied for his exam while waiting for the bus, killing 2 birds with 1 stone. ബസ് കാത്തു നിൽക്കുന്ന ആ സമയത്ത് തന്നെ അവൻ അവൻ്റെ എക്സാംസിന് വേണ്ടി പഠിച്ചു. അപ്പോൾ ഒരേ സമയം 2 കാര്യങ്ങളും അവൻ അറ്റൈൻ ചെയ്യാൻ പറ്റി അല്ലേ? അപ്പോൾ ഒരു വെടിക്ക് 2 പക്ഷി. നെക്സ്റ്റ് ഇഡിയം, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. ഒന്നും ചെയ്യാതിരിക്കുന്നേക്കാൾ നല്ലതാണ് വൈകിയാണെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ അത് ഒരു മീനിങ് വരുന്നൊരു ഇഡിയമാണ് ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നമുക്കൊരു സെൻറ്റൻസ് നോക്കാം. She finally learned how to swim at 40, better late than never. അപ്പോൾ ഇതാണ് നമുക്ക് വരുന്ന ഒരു സെൻറ്റൻസ്. ഓക്കെ, ഷീ ഫൈനലി ലേൺഡ് ഹൗ ടു സ്വിം അറ്റ് 40, ബെറ്റർ ലേറ്റ് ദാൻ നെവർ. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ കാണിക്കുന്ന ഒരു ഇഡിയം ആയിട്ടാണ് ഇതിവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമ്മളത് അങ്ങനെ തന്നെ എഴുതണം. ആക്ച്വലി സെൻറ്റൻസ് ഇത് മാത്രമാണ്, ഇത് ആ ഇഡിയം തന്നെ നമ്മൾ എഴുതിയേക്കുന്നതാണ്. ഓക്കെ, 40-ാം വയസ്സിലാണ് സ്വിം ചെയ്യാൻ പഠിച്ചത്. പക്ഷെ എന്താ അത്രയും ലേറ്റ് ആയെങ്കിലും ആളത് പഠിച്ചു. അപ്പോൾ ബെറ്റർ ലേറ്റ് ദാൻ നെവർ. നെക്സ്റ്റ് ഇഡിയം എ പീസ് ഓഫ് കേക്ക്. പീസ് ഓഫ് കേക്ക് എന്ന് വെച്ചാൽ വളരെ ഈസി ആയത് അല്ലെങ്കിൽ ഭയങ്കര എളുപ്പമായത് എന്നാണ് അർത്ഥം. ദ മാത്സ് ടെസ്റ്റ് വാസ് എ പീസ് ഓഫ് കേക്ക് ഫോർ ഹർ. മാത്സ് ടെസ്റ്റ് അവൾക്ക് ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു ടെസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതിന് നമുക്ക് എ പീസ് ഓഫ് കേക്ക് എന്ന് പറയുന്ന ഇഡിയം വെച്ച് പറയാൻ സാധിക്കും. യെസ്. നെക്സ്റ്റ്, ഓൾഡ് ഹാബിറ്റ്സ് ഡൈ ഹാർഡ്. ഈ ഒരു ഇഡിയം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇഡിയമാണ്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ മലയാളത്തിൽ? അപ്പോൾ അതിൻ്റെ ഇംഗ്ലീഷ് വേർഷനാണ് ഓൾഡ് ഹാബിറ്റ്സ് ഡൈ ഹാർഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ ഇഡിയംസ് ഒന്നും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരില്ല, കാരണം ഇതിൻ്റെ മലയാളം വേർഷൻ നിങ്ങൾ എല്ലാവരും ദിവസവും യൂസ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുള്ളതായിരിക്കും. ഓക്കെ, സോ വേക്കിംഗ് അപ്പ് ഏർലി ഇസ് ടഫ് ഫോർ ഹർ, ഓൾഡ് ഹാബിറ്റ്സ് ഡൈ ഹാർഡ്. രാവിലെ എണീക്കുക എന്ന് വെച്ചാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, കാരണം ശീലമില്ലാത്തൊരു കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് ആ ഒരു ശീലം കൊണ്ടുവരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഓൾഡ് ഹാബിറ്റ്സ് ഡൈ ഹാർഡ്. നെക്സ്റ്റ്, ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്. മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്ന രീതി. ഹീ സീംഡ് കൈൻഡ് ബട്ട് ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്. അവനെ കണ്ടിട്ടൊരു പാവമായിട്ട് ഒക്കെ തോന്നുന്നുണ്ട്, പക്ഷെ മിന്നുന്നതെല്ലാം പൊന്നല്ല. ഈ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കോമന്റ് സെക്ഷനിൽ ഈ ഓരോ ഇഡിയംസ് വെച്ചിട്ട് എന്ത് ചെയ്യണം? സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് പോകണം. ഓക്കെ, ഇപ്പം നമ്മൾ പഠിച്ച ഈ ഇവിടം വരെ ഓൾ ദാറ്റ് ഗ്ലിറ്റേഴ്സ് ഇസ് നോട്ട് ഗോൾഡ്, ഇത് വെച്ചിട്ട് എല്ലാവരും കോമന്റ് സെക്ഷനിൽ സെൻറ്റൻസ് ഫ്രെയിം ചെയ്ത് പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് ഇഡിയം ഇസ് ടു പേ ഓഫ് ഓൾഡ് സ്കോർസ്. യെസ്, നമ്മൾ പഴയ കണക്കുകൾ തീർക്കുക അല്ലെങ്കിൽ റിവെഞ്ച് എടുക്കുക എന്നൊക്കെ പറയില്ലേ? അതാണ് ഈ ഒരു ഇഡിയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു പേ ഓഫ് ഓൾഡ് സ്കോർസ്, പഴയ കണക്കുകൾ തീർക്കുക. ഷീ വാണ്ടഡ് ടു പേ ഓഫ് ഓൾഡ് സ്കോർസ് വിത്ത് ഹർ ഫ്രണ്ട്. യെസ്, അവൾ അവളുടെ കൂട്ടുകാരിയുടെ അടുത്ത് പഴയ കണക്കുകൾ തീർക്കേണ്ട ആവശ്യം വന്നു. നെക്സ്റ്റ്, ടു മേക്ക് എ ലോങ് ബോ. യെസ്, ടു മേക്ക് എ ലോങ് ബോ. ഒന്നിനെ 10 പറയുന്ന ചിലരില്ലേ? ചെറിയൊരു കാര്യമായിരിക്കും, പക്ഷെ ഇത് ഭയങ്കരമായിട്ട് ഇതൊക്കെ കൊണ്ടുവന്നത് വലുതാക്കി പറയും. അപ്പോൾ ഒന്നിനെ 10 പറയും. അത് ആ ഒരു മീനിങ് വരുന്നൊരു ഇഡിയമാണ് ടു മേക്ക് എ ലോങ് ബോ. എക്സാഗ്രേറ്റ് ചെയ്യുക എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. യെസ്, ഹി ഓൾവേസ് ടെൽസ് സ്റ്റോറീസ് ദാറ്റ് മേക്ക് എ ലോങ് ബോ. അവൻ എന്നും കഥകൾ പറയുന്നത് ഇതേപോലെ ഒന്നിനെ 10 കൊണ്ട് ആണ്. നെക്സ്റ്റ്, ടു പുൾ എ ലോങ് ഫേസ്. മുഖം വീർപ്പിച്ചിരിക്കുക അല്ലെങ്കിൽ വളരെ സങ്കടപ്പെട്ടിരിക്കുക എന്ന് നമ്മൾ പറയാറില്ലേ?
ആ ഒരു മീനിങ് വരുന്ന ഇഡിയമാണ് ടു പുൾ എ ലോങ് ഫേസ്. ഷീ പുൾഡ് എ ലോങ് ഫേസ് വെൻ ഐ ടോൾഡ് ഹർ ദ ട്രൂത്ത്. ഞാൻ സത്യം പറഞ്ഞപ്പോൾ അവള് മുഖം വീർപ്പിച്ചിരുന്നു. ഷീ പുൾഡ് എ ലോങ് ഫേസ് വെൻ ഐ ടോൾഡ് ഹർ ദ ട്രൂത്ത്. കോമന്റ് സെക്ഷനിൽ കോമന്റ് ചെയ്യാൻ ആരും മറക്കരുത്. ഓരോ ഇഡിയം വെച്ചിട്ടും നിങ്ങൾ സെന്റൻസ് ഫ്രെയിം ചെയ്ത് പോവാം. യെസ്, നെക്സ്റ്റ്. Don't add fuel to the fire. Don't add fuel to the fire. എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കുക. ഇത് നമ്മൾ എപ്പോഴും പറയാനുള്ള കാര്യമാണല്ലേ. എന്തെങ്കിലും ഒരു പ്രശ്നം നടക്കുമ്പോഴത്തേക്കും ആരെങ്കിലും വന്നത് പിന്നെയും ഒന്ന് കൂട്ടാൻ നോക്കും. ഓക്കെ, അതിനെ നമ്മൾ എരുതിയിൽ എണ്ണ ഒഴിക്കുക എന്നുള്ളൊരു ഇതായിട്ടാണ് നമ്മൾ പറയുന്നത്. യെസ്. When they argue, it's best not to add fuel to the fire. അവർ തമ്മിൽ ആർഗ്യൂ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ തല്ല് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മൾ ആ ഒരു പ്രശ്നം വഷളാക്കരുത്. അപ്പം അതിനെയാണ് ഡോണ്ട് ആഡ് ഫ്യൂവൽ ടു ദ ഫയർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഇഡിയം, മൈ ബ്ലഡ് ഈസ് ബോയിലിംഗ്. എൻ്റെ ചോര തിളയ്ക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്കും നമുക്കത് കണ്ടു നിൽക്കാൻ വയ്യ. അപ്പം നമുക്ക് തന്നെ ഒരു പ്രതികരിക്കണം എന്നൊരു തോന്നലുണ്ടാവും. അപ്പം നമ്മൾ പറയും എൻ്റെ ചോര തിളക്കുകയാണത് കണ്ടിട്ട്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു ഇഡിയം യൂസ് ചെയ്യാം. ഹിസ് ആറ്റിറ്റ്യൂഡ് മെയ്ഡ് മൈ ബ്ലഡ് ബോയിൽ. അവൻ്റെ ആറ്റിറ്റ്യൂഡ്, അപ്പം അതിന് മോശമായ ആറ്റിറ്റ്യൂഡായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. ഹിസ് ആറ്റിറ്റ്യൂഡ് മെയ്ഡ് മൈ ബ്ലഡ് ബോയിൽ. അവൻ്റെ ആറ്റിറ്റ്യൂഡ് കണ്ടപ്പോഴത്തേക്കും എൻ്റെ ചോര തിളച്ചു. ഓക്കെ, നെക്സ്റ്റ് ഇഡിയം, ടിറ്റ് ഫോർ ടാറ്റ്. പകരത്തിന് പകരം എന്നും പറയാം, അല്ലെങ്കിൽ ഉരുളക്കുപ്പേരി എന്നും നമുക്ക് പറയാം. ഈ രണ്ട് ഇതും നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹി ഓൾവേസ് റെസ്പോൺസ് വിത്ത് ടിറ്റ് ഫോർ ടാറ്റ്. അവൻ എന്നും റെസ്പോണ്ട് ചെയ്യുന്നത് ടിറ്റ് ഫോർ ടാറ്റ് ആയിരിക്കും. നമ്മൾ ഒരു ഇത് പറഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള മറുപടി നമുക്ക് എന്തായാലും ഉരുളക്കുപ്പേരി പോലെ കിട്ടും, അല്ലെങ്കിൽ പകരത്തിന് പകരം പോലെ നമുക്കത് കിട്ടും. അപ്പം അതാണ് ഈ ഒരു ഇഡിയം കൊണ്ട് മീൻ ചെയ്യുന്നത്. നെക്സ്റ്റ് ഇഡിയം ഇസ് ബാർക്കിംഗ് ഡോഗ് സെൽഡം ബൈറ്റ്സ്. കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല. ഓക്കെ, നമ്മൾ മലയാളത്തിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. ഒരാൾ നമ്മളെ കണ്ട് വല്ലാണ്ട് ദേഷ്യപ്പെടുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ എന്ത് പറയും? ഒരു തമാശ പോലെ നമ്മൾ പറയും കുരയ്ക്കുന്ന പട്ടി കടിക്കാറില്ല എന്ന് നമ്മൾ പറയും, റൈറ്റ്? ഹി മേ ഷൗട്ട് എ ലോട്ട് ബട്ട് ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. അവൻ കുറെ കിടന്ന് നമ്മൾ ഒച്ചയെടുക്കും, പക്ഷെ ബാർക്കിംഗ് ഡോഗ്സ് സെൽഡം ബൈറ്റ്. നെക്സ്റ്റ്, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പയ്യെ തിന്നാൽ പനയും തിന്നാം. മലയാളത്തിൽ നമ്മൾ പയ്യെ തിന്നാൽ പനയും തിന്നാം എന്ന് പറയാറുണ്ട്. ഇതേ മീനിങ് വരുന്ന ഒരു ഇഡിയമാണ് സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന് പറഞ്ഞാൽ. ഷി ക്രാക്ഡ് ദി എൻട്രൻസ് എക്സാം ആഫ്റ്റർ എ ഇയർ. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അവൾ ഒരു വർഷം എടുത്തിട്ടാണ്, ആ ഒരു വർഷം കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞിട്ടാണ് അവൾ ആ എൻട്രൻസ് എക്സാം ക്രാക്ക് ചെയ്തത്. അപ്പം നമുക്ക് എന്ത് പറയാം? സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അപ്പോൾ ധാരാളം മിസ്റ്റേക്സ് ഒക്കെ ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാകും. അതാണ് ആ ഒരു വർഷം മൊത്തം എടുത്തത്. അപ്പോൾ മിസ്റ്റേക്സ് എന്ന് പഠിച്ചു, എൻട്രൻസ് ക്രാക്ക് ചെയ്തു. ഓക്കെ, സോ നമുക്ക് ഇവിടം വരെയാണ് ആ ഒരു സെന്റൻസ് വരുന്നത്. ഓക്കെ, ഷീ ക്രാക്ഡ് ദി എക്സാം ആഫ്റ്റർ എ ഇയർ, കോമ സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അതായത് ഈ സെന്റൻസ് കഴിഞ്ഞ് കോമ കഴിഞ്ഞിട്ടാണ് നമ്മൾ ആ ഇഡിയം കൊടുത്തേക്കുന്നത്. ചില സെന്റൻസുകൾ അങ്ങനെ വരാറുണ്ട്. അതായത് ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇഡിയം വെച്ച് കാണിച്ചേക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ്, ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ്. ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ പച്ച. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ തോന്നും അതാണ് നല്ലതെന്ന് തോന്നും, അവിടെ പോകുമ്പോൾ തോന്നും അത് നല്ലതല്ല, ഇതായിരുന്നു നല്ലതെന്ന് തോന്നും. ഓക്കെ, ആഫ്റ്റർ മൂവിങ് അബ്രോഡ് ഷീ വാണ്ടഡ് ടു കം ബാക്ക് ഹോം. ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ്. അബ്രോഡ് പോയി കഴിഞ്ഞപ്പോഴാണ് ആൾക്ക് മനസ്സിലായത് വീടാണ് നല്ലതെന്ന്. അപ്പോൾ തോന്നി വീട്ടിലേക്ക് വരാൻ തോന്നി. വീട്ടിൽ നിന്നപ്പോൾ അബ്രോഡ് പോകണമെന്ന് തോന്നി. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത്രയുമാണ് ഇവിടെ സെന്റൻസ് ആയിട്ട് വരുന്നത്. ആഫ്റ്റർ മൂവിങ് അബ്രോഡ് ഷീ വാണ്ടഡ് ടു കം ബാക്ക് ഹോം. ദ ഗ്രാസ് ഇസ് ഓൾവേസ് ഗ്രീനർ ഓൺ ദി അതർ സൈഡ്. അപ്പൊ ഈ ഒരു സെന്റൻസിനെ വെച്ച് കാണിച്ചേക്കുന്ന ഒരു ഇഡിയമാണ് ഇത്. ഇപ്പൊ സെന്റൻസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇഡിയം കൊടുത്തേക്കുന്നത്. ചില സെന്റൻസുകൾ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് നിങ്ങൾ പഠിക്കാൻ നോക്കുക. ഓക്കെ, അടുത്തൊരു ഇഡിയമാണ് യൂണിറ്റി ഇസ് സ്ട്രെങ്ത്. നമ്മൾ ഒത്തുപിടിച്ചാൽ മലയും പോരും എന്ന് നമ്മൾ പറയാറില്ലേ, അതിന്റെ അതേ ഒരു മീനിങ് വരുന്നതാണ് യൂണിറ്റി ഇസ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ. വെൻ വി സ്റ്റാൻഡ് ടുഗെദർ വി ആർ സ്ട്രോങ്ങർ. നമ്മൾ ഒരുമിച്ച് നിൽക്കുമ്പോൾ നമ്മൾ സ്ട്രോങ്ങർ ആണ്. യൂണിറ്റി ഇസ് സ്ട്രെങ്ത്. ഓക്കെ, ഇവിടെ ആക്ച്വലി ഇതാണ് നമ്മുടെ ഒരു സെന്റൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, വെൻ വി സ്റ്റാൻഡ് ടുഗെദർ വി ആർ സ്ട്രോങ്ങർ. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മൾ ഭയങ്കര സ്ട്രോങ്ങർ ആണ്. അത് കഴിഞ്ഞിട്ടാണ് ഒരു കോമേറ്റിന് ശേഷമാണ് ഇവിടെ ഒരു ഇഡിയം വന്നേക്കുന്നത്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ
ചില സെൻറ്റൻസുകളിൽ ഇങ്ങനെയാണ് ഇഡിയം വരിക. ഓക്കെ, അതായത് നമ്മുടെ സെൻറ്റൻസിൻ്റെ അകത്ത് തന്നെ ഇഡിയംസ് വരണം എന്നില്ല. സെൻറ്റൻസ് കഴിഞ്ഞ് അവസാനം ഒരു കോമ ഇട്ടും ഇഡിയംസ് വരാം. അപ്പം നിങ്ങളിത് വായിക്കുകയാണ്, വെൻ വി സ്റ്റാൻഡ് ടുഗെദർ വി ആർ സ്ട്രോങ്ങർ, യൂണിറ്റി സ്ട്രെങ്ത്. അതെന്താണ് അങ്ങനെ? അതിപ്പോൾ നിങ്ങൾ ഇവിടെ ഒരു കോമ ഇടാൻ മറന്നു പോകുന്നതുകൊണ്ടാണ്. ശരിക്കും അവിടെ ഒരു കോമ ഇട്ടാലേ ഈ സ്ട്രോങ്ങർ കഴിഞ്ഞിട്ടൊരു സ്റ്റോപ്പ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സെൻറ്റൻസിനെ കാണിക്കാനായിട്ട് വരുന്നത്, അതായത് ഈ സെൻറ്റൻസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് അത് ഇഡിയമാറ്റിക്കലി കാണിക്കാനായിട്ടാണ് യൂണിറ്റി ഈസ് സ്ട്രെങ്ത് എന്ന് പറയുന്ന ഇഡിയം അവസാനം വന്നേക്കുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ടുഡേയ്സ് ക്ലാസ് ഇസ് ക്ലിയർ ഫോർ യു. അപ്പോൾ ഈ ഇഡിയംസ് നിങ്ങൾ ഡെയിലി ലൈഫിൽ പ്രാക്ടീസ് ചെയ്യുക, യൂസ് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെന്തായാലും നിങ്ങൾക്ക് ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരില്ല. നമ്മൾ മലയാളത്തിൽ സാധാരണ യൂസ് ചെയ്യാറുള്ള ഇഡിയംസ് ആണ്. മലയാളത്തിൽ നമ്മൾ സാധാരണ പറയാറുള്ള ഫ്രേസസ് ഒക്കെയാണിത്. അത് നമ്മൾ ഇംഗ്ലീഷിലേക്ക് ആക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് മലയാളം വെച്ച് നോക്കുവാണെങ്കിൽ ഇത് പഠിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് പഠിക്കാവുന്നതാണ്. സോ ഐ ഹോപ്പ് യു വിൽ പ്രാക്ടീസ് ദിസ് ആൻഡ് ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്. സോ അടുത്തൊരു സെഷനിൽ നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ ബൈ.